ഹിന്ദു വിശ്വാസികളോടാണ് ഇന്ത്യൻ സിറ്റിസൻ്റെ റിക്വസ്റ്റ്. കാരണം ഇന്ത്യൻ സിറ്റിസൺ വിശ്വാസം വേറെ രീതിയിലാണ്. കാരണം സ്വാമി അയ്യപ്പൻ്റെ സന്നിധാനം പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ വന്നിട്ട് കേരളത്തിൻ്റെ ഹൈക്കോടതിൻ്റെ നിയമം അനുസരിച്ചിട്ട് ജഡ്ജ്മെൻ്റ് അനുസരിച്ച് വന്നതാണ്. പക്ഷേ അതിൻ്റെ ഒന്നിച്ചിട്ട് കുറേ ആണുങ്ങൾ വന്നിന്. അവർ വന്നോട്ടെ, അത് അവർ സാരിയും കാര്യങ്ങളാണ് വന്നിന്, കുഴപ്പമില്ല. പക്ഷേ ബാക്കിയുള്ള ആണുങ്ങളെല്ലാം വന്നതിൻ്റെ ആയ പ്രശ്നങ്ങൾ സിറ്റീസിന് കേസ് ഫയൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആരെങ്കിലും ഒന്നാണ് കേസ് ഫയൽ ചെയ്യും, എന്നിട്ട് ശുദ്ധിഹോമം നടത്ത്. കാരണം പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയാണ്. അപ്പം മതപരമായ ഒരു കാര്യത്തിൽ അതിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് കലിയുഗമാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ നാട് തന്നെ ഇപ്പം ചക്രഭൂതം തെച്ചുകളെ നിൽക്കുന്നത്. അപ്പോൾ പ്രസിഡൻ്റ് തന്നെ. പക്ഷേ പടച്ചവൻ്റെ മുന്നിലും ദൈവത്തിൻ്റെ മുന്നിലും അങ്ങനെയെല്ലാം പറയുമ്പോൾ പ്രസിഡൻ്റെല്ലാം ഉണ്ടാ അതൊന്നുമില്ല. കാരണം എല്ലാവരും വരുമ്പോൾ നാണം മറക്കാണ്ടെല്ലാം വന്നിട്ട് പിന്നെ ഐക്യമെല്ലാം വന്നേരം പിന്നെ അങ്ങനെ എന്തെങ്കിലും ആയതാണ്. അപ്പോൾ അങ്ങനെ ഒന്നും ചിന്തിക്കാണ്ട് ഇന്ത്യൻ സിറ്റിസൻ്റെ ഐക്യം എപ്പോൾ പോകണമെന്ന് അറിയില്ല. അപ്പോൾ ഇന്ത്യൻ സിറ്റിസന് അവിടെ എൻട്രി ഇല്ല, കാരണം അശുദ്ധിയാക്കാനില്ല. കാരണം ഇന്ത്യൻ സിറ്റിസൻ്റെ സ്ഥലങ്ങളിൽ അതേപോലെ മറ്റുള്ള ആളെ കയറ്റുന്നുമില്ല. അതേപോലെ സൗദിയാണ്, അങ്ങനെ എന്തെല്ലോ പല സ്ഥലത്തും. പിന്നെ സിക്കിൻ്റെ ആൾക്കാരായാലും എല്ലാം പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവരെ അശുദ്ധിയാക്കാൻ ആരും വിടൂല. കാരണം അതിൻ്റെ മനുഷ്യൻ എന്ന് പറയുന്നത് മിറാക്കളാണ്, അതേപോലെ ഭീരുവാണ്. പക്ഷെ എന്തിനാ ഭീരുവാകുന്നത്? എന്തായാലും ഒരു ദിവസം മരിക്കും. അതിന് നല്ല ചങ്കൂറ്റത്തോട് മരിക്കുന്നതല്ലേ, അല്ലെങ്കിൽ ചിരിച്ചോണ്ട് മരിക്കും, അല്ലെങ്കിൽ സന്തോഷത്തോടുകൂടി മരിക്കും, എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കും. അപ്പോൾ പ്രസിഡൻറ്റിന് സീറ്റില്ല, പിന്നെ നിങ്ങളെന്തിനാ പേടിക്കുന്നത്? എന്തിനാ പേടിക്കുന്നത്? അതൊന്നും പേടിക്കല്ല. അപ്പോൾ ഒന്ന് പ്രൈവറ്റ് കേസ് ഒന്ന് ഫയൽ ചെയ്തിട്ട് ശുദ്ധിഹോമം നടത്താൻ. കാരണം പോറ്റിയും കൊണ്ടുപോയി കുറേ പൈസ. അപ്പോൾ ശുദ്ധിഹോമെല്ലാം ഒന്ന് നടത്തിയിട്ട് കേസ് ഫയൽ ചെയ്യും. കാരണം ഇനി അങ്ങനെ ഒരു എൻട്രി നടക്കാൻ പാടില്ല. പാവ DSP പേടിച്ചിട്ട് അത് വാട്സപ്പ് ഡിലീറ്റ് ചെയ്ത്. ഷാഫി പറമ്പിലെ മൂക്കടിച്ച് പൊളിച്ചിട്ട് ആ പോലീസുകാരൻ്റെ ഡ്യൂട്ടിയും പോയി. എന്ത് മൂക്കടിച്ച് പൊളിച്ചിനി? ഇവിടെ ഓറല്ലേ നമ്മളെ കുറേ ആളെ സാധാരണക്കാരൻ്റെ മൂക്കും ഓറ പാർട്ടിയിലെ കുറേ ആളെ കൊന്നിട്ട് ഓറെന്തായിനി? ഒന്നും നടക്കുന്ന കാര്യം ഇതെല്ലാം ഓരോ തരത്തിൽ. പോലീസുകാരൻ ഡ്യൂട്ടിക്ക് കയറില്ല എന്നല്ല, അതിലും കയറും. ആടത്തെ പോസ്റ്റ് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യും. നിങ്ങൾ ആടെ കാണൂല, ആടില്ല ആളെ കാണും. അപ്പോൾ എല്ലായിടത്തും പോയി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരെയും കാണും. അപ്പോൾ പറയാനുള്ളത് ഇത് അത്രയേ ഉള്ളൂ. ആ സ്വാമി അയ്യപ്പൻ്റെ സന്നിധാനം എത്രയും പെട്ടെന്നൊന്ന് ശുദ്ധി കലക്ഷൻ ചെയ്ത്, കാരണം ഇപ്പോൾ ആസ്മാനിലേക്കും പറഞ്ഞിട്ടുണ്ട്. അതിൽ നല്ല കാര്യം തന്നെ, കാരണം ആഗ്രഹങ്ങൾ പൂവണിയട്ടെ. പക്ഷേ അശുദ്ധി ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ഇന്ത്യൻ സിറ്റിസൻ്റെ റിക്വസ്റ്റ്.